മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ വീഡിയോ ആണ്, സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പൂരിയും കിഴങ്ങേറിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ കിഴങ്ങൊക്കെ വൃത്തിയാക്കി എടുത്ത് നല്ലപോലെ കുനുകുനാക്കി അരിഞ്ഞൊക്കെ എടുക്കുവാണ്. പിന്നെ കിഴങ്ങേറി വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലെല്ലാം കൂടി ഇട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കിഴങ്ങും ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 3 വിസിൽ കേൾപ്പിച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പറ്റിച്ചൊക്കെ എടുത്ത് റെഡിയാക്കി. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായേ. അപ്പോൾ നമ്മുടെ കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി പെട്ടെന്ന് പൂരി ഉണ്ടാക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പൂരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, 16 എണ്ണം ഉണ്ട്. അതേലപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ പൂരി ഇട്ട് കൊടുക്കാം. അച്ചുക്കുട്ടൻ വെയിറ്റ് ചെയ്യുക വിശന്നിട്ട്. അച്ചുവിനുള്ള പൂരി ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അച്ചുവിന് പൂരി ഇഷ്ടമാണ്. അച്ചു അച്ചുവിന് പൂരി ഇഷ്ടമാണ്. ഇതാണ് അച്ചുക്കുട്ടനുള്ളത്, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. മറ്റേ വെള്ളപ്പൊക്കം പോലെ വരത്തില്ലേ, എണ്ണ നല്ലോണം ചൂടായിട്ടല്ലേ ഇട്ടത്. എടുക്കാം. അപ്പം അടുത്ത പൂരി പപ്പടം വറുത്തിട്ടുണ്ട്. പപ്പടം പൊങ്ങുന്നൊക്കെ ഉണ്ട്. ഇതാ കണ്ട അച്ചുക്കുട്ടൻ്റെ പൂരിയും കൊണ്ട് അച്ചുക്കുട്ടൻ കഴിക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ പൂരി ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ലാസ്റ്റത്തെ പൂരിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള പൂരിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നിമോച്ചേട്ടന് കഴിക്കാം. അമ്പു ഇപ്പോൾ ഉറങ്ങുക, അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ. അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. നിമോച്ചേട്ടൻ അപ്പോൾ കറിക്ക് വാങ്ങിച്ചിട്ട് വന്നത് ബീഫായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അതപ്പോൾ വേവിക്കാൻ വെച്ചേക്കുവാണ്. എന്ത് ചെയ്യാമ്പു വണ്ടി ഓടിക്കുവാണോ കുഞ്ഞ്? കുഞ്ഞു എന്ത് മണം വന്ന്? അതേ ഉറക്കമൊക്കെ വരുന്നു. അങ്ങനെ ബീഫ് ഞാൻ സൈഡിൽ വേകാൻ വേണ്ടി വേകുന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു ബീൻസും കൂടി മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ബീൻസൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുവാണ്. എന്നിട്ട് ബീൻസൊക്കെ അരിഞ്ഞ് ഇട്ട് പിന്നെ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും വയ്ക്കുന്നില്ല, ബീഫും നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടിയും അച്ചാറും. അപ്പോൾ ബീഫൊക്കെ ഇവിടെ വെന്ത് അതിൻ്റെ അപ്പോൾ വിസിലൊക്കെ പോയപ്പോൾ ഞാനെടുത്ത് തുറന്നൊക്കെ നോക്കി. അപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ബീഫ് കറിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാനപ്പോൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.